ഇങ്ങനത്തെ ഒരു ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് കിട്ടും. കമ്പിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് 4 കമ്പിന്റെ ഉള്ളിൽ കൂടെ ഇത് കൊടുക്കും. നമ്മൾ ഫുള്ള് പോയ മണലിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. ഇന്നേ വരെ അതിലിട്ട് കളഞ്ഞ ഇതില് ഇതൊന്നുകൂടെ സ്ട്രോങ് ഉണ്ടാവും, അതിനുള്ള സ്ട്രോങ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള റേറ്റ് ഉണ്ട്. ഹലോ നമസ്കാരം, നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോൺക്രീറ്റ് വിൻഡോസും നമ്മുടെ സ്റ്റീൽ വിൻഡോസും. കോൺക്രീറ്റ് വിൻഡോസാണ് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു വിൻഡോസ് ടൈപ്പാണ് കോൺക്രീറ്റ് വിൻഡോസ്. അതേപോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടൈപ്പാണ് നമ്മളെ സ്റ്റീൽ വിൻഡോസ്. അപ്പം ആ രണ്ട് വിൻഡോസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വാളിറ്റി, റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഈ വിൻഡോസിന് സിമെന്റ്, ഇത് കോൺക്രീറ്റ് ആണല്ലോ വരുന്നത് അല്ലേ? അപ്പൊ ഇതിന് ഏത് ടൈപ്പ് സിമെന്റ് ഉപയോഗിക്കുന്നത്? ഇതിന് റാംകോന്റെ സിമെന്റ് വരുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ അച്ചുമെന്ന് ഇറക്കി വെക്കണൊക്കെ. പിന്നെ വെള്ളത്തിൽ നമ്മൾ 3-4 ദിവസം ഇട്ടിട്ടാണ് നമ്മൾ യൂസിങ്ങിന്. ഇതിന് OBC ആണ് ഉപയോഗിക്കുക അല്ലേ? പിന്നെ OBC ഉണ്ട്. OBC 53 ഗ്രേഡ് അല്ലേ ഉപയോഗിക്കല്? പിന്നെ ഇത് വേണ്ട, വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മൾ വെള്ളത്തിലിട്ട് അധികം ആൾക്കാരൊന്നും അങ്ങനെ വെള്ളത്തിലിട്ട് നനക്കെ ചെയ്യുള്ളൂ. നമ്മൾ വെള്ളത്തിൽ 3-4 ദിവസം ഇട്ടിട്ട് വെള്ളത്തിൽ നല്ല മുങ്ങി 4 ദിവസം 3 ദിവസത്തോളം വെള്ളത്തിൽ നല്ലോണം കിടക്കും. അപ്പൊ നല്ല സ്ട്രോങ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നല്ല ഗ്യാരണ്ടി ഉണ്ടാവും. 10-40 വർഷമായിട്ടുള്ള പാരമ്പര്യമാണ്. അങ്ങനെ പാരമ്പര്യത്തോടെ കൊണ്ടുനടക്കുന്നത്. പണ്ട് ഇതില് ഇരുമ്പിന്റെതാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മള് കോൺക്രീറ്റ് വിൻഡോസ് വരുന്നത് 53 ഗ്രേഡ് സിമെന്റ് ആണ്. നമ്മൾ ഇതില് OBC സിമെന്റ് ആണ് ഇത് ഉപയോഗിക്കല്. പിന്നെ ഇത് നമ്മൾ അച്ചിലിട്ട് വാർത്തതിന്റെ ശേഷം നമ്മള് വെള്ളത്തിൽ 4 ദിവസം മുക്കി വെച്ചതിന് ശേഷം നമ്മള് സൈറ്റിക്ക് എത്തിക്കല്. പിന്നെ ഇത് ഏതൊക്കെ സൈസിലാണ് വരുന്നത്? നമുക്ക് സൈസ് പല സൈസും ഉണ്ട്. ഇപ്പോ എന്താ, ഇത് 4 അടിയിൽ ഉണ്ട്, 5 അടിയിലുണ്ട്, പിന്നെ തട്ട് വരുന്നതുണ്ട്. അങ്ങനെ ഇത് ഒറ്റക്കള്ളിന്റെ 5 അടി ഉണ്ട്, സാധാരണ 4 അടി 4.5 അടി അങ്ങനെ വരുന്നുണ്ട്. പിന്നെ 2 അടി നമുക്ക് വിരാറ്റ് സൈസിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വിചാരിച്ച സൈസിലാണെങ്കിൽ നമുക്ക് ഇരുമ്പിലെ സാധിക്കുള്ളൂ. ഇതിലാകുമ്പോ ഒരു സൈസിന് 4.5 5 അടി അങ്ങനെയാണ് വരുന്നത്. 4.5 5 അടി ഈ ഒരു റേഞ്ചിൽ വരിക ഒരു ഇതിൻ്റെത്. പിന്നെ നീളം കൂടിയതുണ്ട്, 4 കള്ളിന്റെ വരുന്നുണ്ട്, 4 കള്ളിയിൽ 5 അടി വരുന്നുണ്ട്. അപ്പൊ ഐറ്റും ഇതൊക്കെ ഏകദേശം വരും. പിന്നെ ഡിസൈൻ വരുന്നുണ്ട്, പല ഡിസൈനുകളും വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ നമുക്ക് പാളി ഏതാ ഉപയോഗിക്കുക സാധാരണ? പാളി എന്ന് പറയുമ്പോ ഡോറ് നമുക്ക് മരത്തിന്റെ ഉപയോഗിക്കാം. പിന്നെ സ്റ്റീൽ ഇരുമ്പിന്റെതാകുമ്പോ ഇരുമ്പിന്റെതുണ്ട്. ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. മരത്തിൻ്റെതാണ് യൂസ് ചെയ്യല്. ഇരുമ്പിന്റെ ആകുമ്പോ ഒന്നും കൂടെ അടഞ്ഞൊക്കെ വരുമ്പോ വെയിറ്റ് കൂടുന്നുണ്ട്, ഗ്ലാസ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. പല ആൾക്കാരും പല പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൽ ഇതിൽ ചെയ്യുന്നുണ്ട്, അലുമിനിയത്തിൽ ഡോറിന്റെ. മരം അല്ലാതെ ചെയ്യുന്നുണ്ട്. ഇത് സൈസ് ഏകദേശം വരുന്നത് 150 സെന്റിമീറ്റർ ആണ്. 150 ആണ് വരുന്നത്. സാധാരണ എല്ലായിടത്തും ഈ ഇതാണ് സൈസാണ് നമ്മൾ ഉപയോഗിക്കല്. ഇതിനെങ്ങനെ റേറ്റ്? ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? ഇതിന് 3,200 ആണ് വരുന്നത്. 3,200 അല്ലേ? 3,200 വെച്ച് സൈറ്റിൽ എത്തിക്കുവോ? സൈറ്റിൽ എത്തിനാണ് മട്ടമ്പോൾ ചെയ്ത് കൊടുക്കും. ആ റേറ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ഫുള്ള് പോയ മണലിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. ഇന്നേ വരെ അതിലിട്ട് കളഞ്ഞ് നമ്മൾ ചെയ്തിട്ടില്ല. പാറപ്പൊടിയോ അങ്ങനെ മിസ്സിങ് ഇതൊക്കെ വരാൻ നമുക്ക് കുറെ കമ്മിയിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ദിവസം പോകേണ്ടതല്ല. അപ്പൊ മണല് നല്ല പോയ മണൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. മണലിന്റെ റേറ്റ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. ചോദിച്ചാൽ ഇപ്പത്തെ റേറ്റ് മണലും സിമെന്റിന്റെ ഒക്കെ, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഏകദേശം ഒരു കണക്കാണ്. 3,200 ആ റേഞ്ചിലാണ് വരുന്നത്. റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. അത് പല കണക്കാണ് പറഞ്ഞത്. പല അളവുകളാണ്. ഇതാണ് ഈ ഗ്രില്ല്. ഇത് ഏതാ ഉപയോഗിക്കല്? സ്റ്റീലാ ഉപയോഗിക്കല്? സ്റ്റീല് വേണമെങ്കിൽ സ്റ്റീൽ ഉപയോഗിക്കും. നമ്മള് സ്റ്റീലിനാകുമ്പോ കുറച്ച് റേറ്റ് കൂടും, 1,000 ഒക്കെ കൂടും. പിന്നെ മറ്റേതാകുമ്പോ ഒരു റേറ്റിനുള്ളൂ. അത് അതിൽ പെട്ടത് തന്നെയാണ്. 3,200 പെട്ടതാണ് പൈപ്പിന്റെ. 16 kg 18 kg ഒക്കെ നമ്മൾ ഏതാ വേണ്ട വെച്ചാല് 16 kg നമുക്ക് കുറച്ച് കൂടും. 18 ആകുമ്പോ നമ്മൾ ഈ പറഞ്ഞ റേറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 18 അത്യാവശ്യം ഇതുണ്ടാവും. പിന്നെ അതിൽ കുറഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പല ആൾക്കാരും. അപ്പൊ അതിനനുസരിച്ച് വില കുറയുമ്പോ ചിന്തിച്ചാൽ മതി, എന്തെങ്കിലും ഒരു കളങ്കത അതിലുണ്ടാവുന്നുണ്ട്. നമ്മള് 3,200 എന്ന് പറഞ്ഞത് ഇതിന്റെ ഗ്രില്ല് അടക്കാണ് പറഞ്ഞത്. ഗ്രില്ല് 18 kg ആണ് ഇതിൽ ഇടല്. ഇനി 16 kg ആണെങ്കിൽ റേറ്റ് ചെറുങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പോ നിങ്ങളെ റേറ്റ് അങ്ങനെ വ്യത്യാസം വരുമ്പോ ഇതൊന്ന് സൂക്ഷിക്കണം. ഈ ഗ്രില്ലൊക്കെ ഏത് ഗ്രേഡാ ഇടുന്നതെന്നൊന്നും കൂടി ഒന്ന് ചോദിച്ചറിയണം. ചിലപ്പോ 3,200 കുറച്ച് കിട്ടണൊക്കെ ഉണ്ടാവും.
അപ്പൊ അങ്ങനെ നിങ്ങള് ഇത് ചോദിച്ചറിയണം. ഉള്ളില് കമ്പിയിൽ മാറ്റം ഉണ്ടാവും, കമ്പി കുറച്ച് ഇടുന്നുണ്ടാവും, പിന്നെ പല മാറ്റങ്ങളും ഉണ്ടാവും, പൈപ്പിൽ മാറ്റം ഉണ്ടാവും, ഇൻഡസ്ട്രിയിൽ മാറ്റം വരും, അങ്ങനെ പല മാറ്റങ്ങളും വരാണ്ട്. അപ്പൊ റേറ്റ് പറയുമ്പോ എന്തെങ്കിലും ഒരു മൊത്തത്തിൽ ഉണ്ടായതുകൊണ്ടാണ് റേറ്റ് കമ്മിയാണ്. പിന്നെ മണലാവൂല, പാറപ്പൊടി ആകുമ്പോ നല്ല കമ്മിയാവും, അവർക്ക് 1000ഓളം ഒരു ജനലിന് കിട്ടും. പിന്നെ ഇത് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ എന്ത് മാർഗം ഉണ്ടാവും? സ്ട്രെങ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, വെള്ളത്തിൽ കടന്ന സാധനം എങ്ങനെയാലും കുറച്ച് സ്ട്രെങ്ത് ഉണ്ടാവും. മറ്റേ സാധനം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും, സൈഡൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കും. അല്ല അത് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്റ്റേഡൊന്നും അങ്ങനെ പിള്ള അങ്ങനെ അത്യാവശ്യം ഒന്നും ഇട്ടാലൊന്നും വല്ലാതൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഇട്ട് കഴിഞ്ഞാലൊക്കെ പൊട്ടും, വിള്ളല് സംഭവിക്കും. വിള്ളല് സംഭവിച്ചാൽ പിന്നെ ഇതുണ്ടാവും. ഈ ഇത് നോക്കിയാൽ മതി, കയറ്റുമ്പോഴും ഇറക്കുമ്പോഴൊക്കെ നല്ല പൊട്ടിപ്പൊടിയിലുണ്ടാവും. സാധനം സ്ട്രെങ്ത് കമ്മിയാണെന്ന് തന്നെ അർത്ഥം. സ്ട്രെങ്ത് നോക്കാൻ നമ്മളെ ഇതിന്റെ സൈഡിൽ പൊട്ടലോ ഫിനിഷിങ്ങോ ഒക്കെ എന്ത് കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സ്ട്രെങ്ത് അധികം ഇല്ല എന്നാണ്. അപ്പൊ നിങ്ങള് എടുക്കുമ്പോ ഇതും കൂടി നോക്കുക, ആരെങ്കിലും പൊട്ടലുണ്ടോ ഇതൊക്കെ ഒന്ന് നോക്കിയാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്വാളിറ്റി എത്ര ഉണ്ടെന്ന്. പിന്നെ ഈ ഗ്രില്ലിന്റെ ക്വാളിറ്റിയും പ്രത്യേകം സൂക്ഷിക്കണം. അത് ഏത് ഗേജാന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിന്റെ തിക്നെസ് കുറഞ്ഞത് ഇട്ടാൽ റേറ്റ് അതിനനുസരിച്ച് കുറയും. അപ്പൊ ആണെങ്കിലും ഒന്ന് സൂക്ഷിക്കണം. അത് നോക്കുമ്പോ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതില് ഓള് കൊടുക്കുക. ഇതൊരു ഇഞ്ചസിന് ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് കിട്ടും. കമ്പിന്റെ ഉള്ളിൽ കൂടെ വരുന്നത് 4 കമ്പിന്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും സ്ട്രോങ് ഉണ്ടാവും. ഇഞ്ചസിന് കുറച്ച് സ്ട്രോങ് കൊടുക്കാനാണ് ഇത് കൊടുക്കുന്നത്. ഇതൊന്നും ചിലര് ഇത് കാണുന്നില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താവുന്ന സ്റ്റീൽ വിൻഡോസ് ആണ്. നമ്മളെ സേഫ്റ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടൈപ്പാണ് സ്റ്റീൽ വിൻഡോസ്. റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും സേഫ്റ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. അതായത് ക്വാളിറ്റിയും നമുക്ക് ഈൽഡ് ഡ്യൂറബിലിറ്റി കൂടുതലും കിട്ടുന്ന ഒരു ടൈപ്പാണ് നമ്മളെ സ്റ്റീൽ വിൻഡോസ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാൽ, സ്റ്റീൽ വിൻഡോസ് ഏതൊക്കെ സൈസിലാണ് വരുന്നത്? സൈസ് എന്ന് പറയുമ്പോൾ നമ്മള് ഏത് സൈസാണോ പാർട്ടിക്ക് വേണ്ടത് ആ സൈസിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് ഏത് സൈസ് ആണെങ്കിലും എങ്ങനത്തെ മോഡൽ ആണെങ്കിലും അത് ചെയ്തു കൊടുക്കണതാണ്. അങ്ങനെ ചെയ്തു കൊടുക്കും നമ്മള്. ഏതിലാണോ വേണ്ടത് വെച്ചാല് ആ സൈസിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇത് വരുന്നത് 16 kg ഇതാണ് വരുന്നത്, സൈസാണ്. അപ്പോ അത് പല ഇതിലും വരുന്നുണ്ട്, 18ന്റെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അതില് കളഞ്ഞു ചെയ്യണില്ല. അപ്പൊ ലൈഫ് ടൈം ഗ്യാരണ്ടിയോടെ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കമ്പനി ടാറ്റന്റേതായിട്ട് ഒറിജിനൽ ആയതുകൊണ്ടാണ് നമുക്കത് 100% ഉറപ്പ് തന്നെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് നമ്മളിപ്പോ ഒരു 150 വയസ്സിൽ റേറ്റ് എങ്ങനെ വരുന്നത്? അത് 6,900 വെച്ചിട്ട് 6,800 ആ റേറ്റ് വരും. 6,900 സിമെന്റിന്റെ ഇതിന് വരുന്നത് 3,200 അപ്പൊ അതിന്റെ ഡബിളിന്റെ റേറ്റ് വരും. ഇതില് ഇതൊന്നുകൂടെ സ്ട്രോങ് ഉണ്ടാവും, അതിനുള്ള സ്ട്രോങ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതിനുള്ള റേറ്റ് ഉണ്ട്. സ്റ്റീലിനെക്കാട്ടി നമ്മള് പൈസ ഒന്നുകൂടി ഇരട്ടിയാവും, പക്ഷെ അതിനുള്ള സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. ഈ 6,600 എന്ന് പറഞ്ഞത് ഈ ഗ്രില്ലും ഒക്കെ അടക്കല്ലേ പറഞ്ഞത്? അതെ അതെ, ഈ ഇത് എല്ലാം കൂടെ വന്നിട്ടാണ് പൈപ്പ് അടക്കം വരുന്നതാണ്. പൈപ്പ് അടക്കം വരുന്നതാണ് അല്ലേ? ഇത് നിങ്ങള് സൈറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും? സൈറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഫിറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ദൂരത്താണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ പാളി ഇവിടെ ഉണ്ടോ? പാളി ഉണ്ട്. പാളി നമ്മൾ ഇതിൽ ഇരുമ്പിന്റെതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് പാളി അടക്കം ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ല, ഈ 6,300 ഈ പാളി ഇല്ലാതെ പറഞ്ഞേ? 6,800 എന്ന് പറയുന്നത് പാളി ഇല്ലാതെയാണ്. ഈ പാളിക്ക് എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? പാളിക്ക് ഒരു അതിന്റെ മോഡലുകൾ അനുസരിച്ചാണ് റേറ്റ് വരിക. അത് ചെറിയ റേറ്റേ വരുള്ളൂ. അതിന്റെ ഇതില് നന്നായിട്ട് ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഒരു 7,000 ആ റേറ്റേ വരുള്ളൂ. പാളി നമുക്ക് വേറെ വുഡൊക്കെ ആണെങ്കിലും ഇട്ടെടുത്തൂടാ? വുഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിന്റെ ഫിനിഷിങ് പെയിന്റ് ചെയ്ത് വേറെ അടിക്കണം. പെയിന്റ് അപ്പോക്സിന്റെ നമ്മൾ ഗ്രേ പെയിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡബിൾ കോട്ട് അടിക്കുന്നത്. ചില ഒരു കോട്ടിലൊക്കെ അടിച്ചിട്ട് വെട്ടുന്ന തട്ടിക്കുട്ടി ഒപ്പിക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ 2 കോട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഈ ഇത് വരുന്നത്, ഈ കനങ്ങ് വരുന്നത്. അത് അപ്പോക്സിന്റെ ഗ്രേ ആണ് വരുന്നത്. നമ്മൾ 2 പ്രൈമർ കൂട്ടിയിട്ടാണ് നമ്മൾ അടിക്കുന്നത്. വുഡിന്റെ സൈറ്റിൽ നിന്ന് കൊടുക്കാവൂല? അതെ, ഇതിന്റെ കനം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത് കുറച്ച് കനം ഉണ്ടാവും. നല്ല കനം, 16 kg കനം ഉണ്ട്. ഇതിൽ കുറഞ്ഞ കനങ്ങളിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവൂല. പാർട്ടിക്ക് എങ്ങനെ നോക്കിയാൽ മനസ്സിലാവൂല. ഇത് ടാറ്റന്റെ അതല്ലേ? ടാറ്റ സ്റ്റീലിന്റെ ആണ്. ഇതിപ്പോ ടാറ്റന്റെ അറിയാനെങ്കിലും ടാറ്റന്റെ അറിയണമെങ്കിൽ ഒരു ടോർച്ച് ഉണ്ട്. ഇപ്പോ അത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ കാണില്ല. ഇപ്പൊ അതേപോലെ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിൽ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അതില് ടാറ്റന്റെ കാണും. പിന്നെ നമ്മള് ഇത് വരുന്നുണ്ടല്ലോ ഡോർ ഫ്രെയിം, ഇതെങ്ങനെ റേറ്റ് എങ്ങനെ? ഡോർ ഫ്രെയിമിന് ഇത് കുറുമ്പടി ഇല്ലാത്തതുണ്ട്, സാധാ ബോക്സിൽ വരുന്നുണ്ട്. ഇതിപ്പോ സാധയാണ് ഇതിലാണ് വരുന്നത്. ഇത് ഇടത്ത് വലത്ത് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് 4-3 കനം കൂടും. പിന്നെ ഇത് 2.5
അപ്പൊ അതിന്റെ റേറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിന് വരുന്നത് 2800 ആണ്, ഇതിന് വരുന്നത് 3 3,200. ഇത് 90 ആണ് വീതി വരിക, 210 210 നീളവും 90 വീതി. പിന്നെ 1 മീറ്റർ വീതി വരുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടായിക്കോളും. ഇതിന് റേറ്റ് എന്താ പറഞ്ഞു? ഇതിന് 2,800 വരുന്നത്. 2,800 അല്ലേ? നമ്മളെ 210 90 ഉള്ളതിന് 2,800 വരുന്നത്. ഇത് 16 kg തന്നെയാണ്, 16 kg തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് ഡിസൈന് വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇതില് ഡിസൈൻ വരുന്നുണ്ട്, വലിയ ഇതിൽ വരുന്നുണ്ട്, ഇതില് വരുന്നുണ്ട്. ഇത് 6.4 വരുന്നത് സ്ഥാനത്തിന്റെ. ഇത് വരുന്നത് 9.4 ആണ്. 9.4 ഇതാണ് 6.4 ആണ്. ഇത് 9.4. ഇത്ര വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. 9.4. ഇത് ഫ്രണ്ട് ഡോർ കൊടുക്കുന്നതാണ്. പിന്നെ ഇത് 5.3 ആണ്. ഇത് 5.3 അങ്ങനെ പല സൈസ്. ഇത് ഡബിൾ ഡോർ വെക്കുന്ന 5.3. ഒരു സാധാരണ ചെറിയ ആണെങ്കിൽ ഇത് മതി, ഡബിൾ ഡോർ വരുന്നതാണ്. പിന്നെ ഇതില് ഡിസൈൻ വലിയ ഡിസൈൻ വരുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഡിസൈനിന്റെ ഷീറ്റ് വരുന്നത്. എങ്ങനെ ഇപ്പൊ ഇതില് ഇങ്ങനത്തെ ഒരു ഷീറ്റ് വന്നു കഴിഞ്ഞാല് ഇതിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ മോഡൽ ചെയ്യുന്നത്. ഇതൊരു മോഡൽ ചെയ്തതാണ്. അത് 2 മോഡൽ ചെയ്താണ്. ഇത് ചെറിയൊരു മോഡലാണ്, 9.4 ഇത് 6.4 മോഡൽ ചെയ്താണ്. അങ്ങനെ നമ്മൾ പറയുന്ന മോഡൽ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിനിപ്പോ എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നേ? ഈ വലുതിന് എങ്ങനെ വരുന്നേ? ഇതിന് 5 റുപ്യ 5.5 റുപ്യ വരുന്നുള്ളൂ. ഇപ്പൊ ഡിസൈൻ ഡിസൈൻ വരികയാണെങ്കിൽ ഒരു 8 റുപ്യ 8 റേഞ്ചിൽ വരും. ഡിസൈൻ കുറച്ച് റേറ്റ് കൂടും. ഡിസൈൻ എന്ന് പറയുമ്പോൾ വലിയ ഡിസൈനാ വരുന്നത് ആ റേറ്റില്. ഈ ചെറിയ ഡിസൈൻ ഒരു കോൺ വരുന്നുണ്ട്, ഒരു വട്ട് വരുന്ന ഒരു ചെറിയൊരു ടൈപ്പിലുണ്ട്. അതിനാകുമ്പോ ഒരു ചെറിയ റേറ്റ് കൂടുന്നുള്ളൂ. 5.5 ആണെങ്കിൽ ഒരു 6 റുപ്യ ആ റേഞ്ചില് നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനത്തെ ഇതിനെ ചെയ്തു കൊടുക്കണം. ഇഞ്ചസ് നമ്മൾ 5 അടിന്റെ ഇഞ്ചസ് ചെയ്യുന്നത്. ഈ ഇഞ്ചസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലായിടത്തും ചെന്നിട്ട് ഈ ഇഞ്ചസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ കനം കണ്ടോ? ഈ കനം ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം പൊട്ടിപ്പോരും. ഇത് നല്ല കനത്തിലാണ് കൊടുക്കുന്നത്. 5 അടിന്റെ ഇതാണ് വരുന്നത്. കണ്ടോ? ഇതിന്റെ തിക്നെസ്സും കനം നോക്കി നല്ല കനത്തിലാണ് വരുന്നത്. അതിന്റെ ഉറപ്പ് നമ്മള് ആ ഡോറിനുണ്ടാവും. അതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഈ ഇഞ്ചസിന്റെ കനം ഇതെല്ലാം. ഇതിപ്പോ നമ്മളൊരാൾ ഇത് എടുക്കാൻ വരികയാണെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒന്നല്ലെങ്കിൽ ഈ ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. മെയിൻ ആയിട്ട് ഒരു പച്ച കളറിൽ വരുന്ന ടോർച്ചാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ സ്റ്റീലിന്റെ ഇതിൽ മെയിൻ ആയിട്ട് കാണാം, എംബ്ലം കാണും. ഇതിൽ എംബ്ലം ഉണ്ടാവും. പിന്നെ ഇഞ്ചസ് ഒന്ന് നോക്കണം അല്ലേ? പിന്നെ ഇഞ്ചസ് നോക്കണം, ഇഞ്ചസ് ചെക്ക് ചെയ്യണം. പിന്നെന്ന് പറഞ്ഞാല് ബിൽഡിങ്ങിന്റെ ഉറപ്പുകളും കാര്യങ്ങളും, പിന്നെ ഫിനിഷിങ് ഇതില് ഫിനിഷിങ് നല്ല ഇത് വരണം. അതാണ് നമ്മള് വിൻഡോ ഇത് ടാറ്റയില് ചെയ്യുമ്പോ എങ്ങനെയാലും ഫിനിഷിങ് വേണം. ഇരുമ്പില് ചെയ്യല. അപ്പൊ അത്രയും ഫിനിഷിങ് എന്തായാലും ഉണ്ടെങ്കിൽ അതിന്റെ വൃത്തി ഉണ്ടാവുള്ളൂ. ഇതിന് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കണം. ലൈഫ് ടൈം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കമ്പനി തരുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പാർട്ടിനോടും പറയാം. നമ്മളെ ചാനലില് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യല്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും ചെയ്യുക.